ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ സ്റ്റാർട്ടാകാൻ വേണ്ടി പോവാണ്. ഇവിടെ രാവിലെ നീച്ചപ്പോൾ തന്നെ നല്ല മഴയാട്ടൊന്ന് അടിപൊളിയായിട്ട് മഴയുണ്ട്. നല്ല മഴയാണ്, ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച്. ബാൽക്കണിയിലൊക്കെ കണ്ടോ വെള്ളം നിൽക്കണേ, നല്ല മഴയാട്ടോ, നല്ല മഴയാണ്. ഇന്ന് ഓഫീസ് ഡേയും കൂടി ആയതുകൊണ്ട് റഷായി വരുന്നേ ഉള്ളൂ. പുറത്ത് അപ്പാർട്ട്മെൻറ്റിലൊക്കെ കണ്ടില്ലേ വെള്ളം. വിശപ്പിൻ്റെ വിളി വന്നപ്പോഴാണ് കിച്ചണിലേക്ക് പോയത്. അപ്പോൾ അവിടെ ചൂടുള്ള നല്ല ബാജിക്കറി ആക്കി വെച്ചിരിക്കണ്. അതിലേക്ക് നല്ല കോംബോ ചൂടുള്ള വെള്ളപ്പം മാമി ആക്കുന്നുണ്ട് കേട്ടോ. വെള്ളപ്പം ചുടുന്നു, എടുക്കുന്നു, കഴിക്കുന്നു, അങ്ങനെ അതിനെ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആപ്പാവ് പോയിട്ട് ഒരു കേക്ക് പോയി വാങ്ങി കൊണ്ടുവന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. അത് കഴിഞ്ഞ് എനിക്ക് ആപ്പാപ്പാൻ്റെ ഷോപ്പിലേക്കൊന്ന് പോകണ്ടായിനി. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. നല്ല വെയിലുണ്ടായിനി ആ ടൈമിൽ. ബാൽക്കണിത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഷോപ്പിലെത്തിയതിന് ശേഷം റോഡിൽ നോക്കിയപ്പോൾ നമ്മളെ നാട്ടിലത്തെ പോലെ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു മഴ പെയ്താൽ പിന്നെ ഒരു വെയിലായാലും വേഗം വെള്ളം പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി ഫുഡ് കഴിക്കാനായപ്പോൾ ഫുഡ് കഴിച്ചിരുന്ന് ഞാൻ ബാൽക്കണിക്ക് വീണ്ടും വന്നപ്പോൾ ഭയങ്കര മഴക്കാറ് കേട്ടോ. അന്നേരം നല്ല മഴക്കാറായിരുന്നു. ഇപ്പം മഴ വീകും എന്നുള്ള തരത്തിലുള്ള അങ്ങനത്തെ മഴക്കാറായിരുന്നു. അപ്പോഴാണ് ഷമാമിൻ്റെ കാര്യം ഓർമ്മ വന്നത്. നോമ്പിൻ്റെ ടൈമിൽ മാമി കൃഷി ചെയ്തുണ്ടാക്കിയ ഷമാമാണിത്. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിൽ ആയി വന്നിക്കണ്. ഏകദേശം നമ്മൾ ഒറിജിനൽ ഷമാമിൻ്റെ പോലെ തന്നെ അയക്കണ്. ഒന്ന് ഉണ്ടായി വരുന്നേ ഉള്ളതിന് കേട്ടോ. ചെറിയൊരു കായായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ മാമീൻ്റെ കൃഷികളാണ്. പിന്നെ നല്ലോണം അലോവേര ഉണ്ട് കേട്ടോ ഓല ബാൽക്കണിയിൽ. ഇതൊക്കെ മാമി സ്വന്തമായിട്ട് നട്ട് പിടിപ്പിച്ചാണ്. പിന്നെ കുറേ മണി പ്ലാന്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ പാറി കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മണി പ്ലാന്റ് ഉണ്ട്. മണി പ്ലാന്റ് അവിടുത്തെ ബാൽക്കണിയിൽ നമ്മൾ ഈ അലക്കിയതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഷീറ്റിട്ട ആ ഒരു തൂണുണ്ട്. ആ തൂണിൽമക്ക് സ്പ്രെഡ് ആയിക്കണം. ഇത് വത്തക്ക വള്ളിയാണ് കേട്ടോ, തണ്ണിമത്തൻ്റെ വള്ളിയാണ്. പിന്നെ വേറെ ഏതോ ഒരു വലിയ പ്ലാന്റും കൂടി ഉണ്ട് അവിടെ. അപ്പോൾ ഇനി താഴേക്ക് ഷോപ്പിങ്ങിന് പോവാണ്. ഈവനിങ് ആയി, ഞാൻ ചായയൊക്കെ കുടിച്ച്. അപ്പോൾ ഇനി താഴേക്ക് പോവാട്ടോ. ഇന്നും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ വീട്ടിലേക്ക് പോവല്ലേ, നാട്ടിലേക്ക് നാളെ പോവും. നമ്മൾ ഷോപ്പിങ്ങിന് സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ. ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെരുപ്പൊക്കെ വാങ്ങാണ്ട് നാട്ടിലേക്ക് പോകുമ്പോൾ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫേമസ് ആയ ബേക്കറി. ഇവിടുത്തെ എല്ലാതും അടിപൊളിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും കഴിക്കല് രസമലായി. അതിൻ്റെ ഓൾവേസ് ഫേവറേറ്റ് ആണ് അത്. മെട്രോ അതാട്ടോ പോണേ. ലൂന് മങ്കി കേപ്പ് വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ. ഏതൊരു ഷോപ്പ്. ഞങ്ങൾ മങ്കി കേപ്പ് വാങ്ങാൻ പോയേ, പക്ഷെ അവിടെ നല്ല റേറ്റ്. നമ്മൾ എടുക്കാതെ ഇറങ്ങിയേ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തു. നല്ല മഴയാണ് ഇപ്പോൾ. ഇതാണ് കേട്ടോ അക്ക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പം അക്കക്ക് ഭയങ്കര വിഷമം. അക്ക ഹായ് സോട്ട്. ഞങ്ങൾ നാട്ടിലേക്ക് പോരാന്ന് പറഞ്ഞിട്ട് അപ്പാപ്പാക്കും മാമിക്കും വിഷമമുള്ള പോലെ വേറൊരാൾക്ക് വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്ക കേൾക്കട്ടോ. അക്കക്ക് ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതാണ് അക്ക പറഞ്ഞത്. അതേപോലെ ഞങ്ങൾക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്പാപ്പാൻ്റെ ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടോ. രാത്രി ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട്. കൂടെ ലിനു ഉണ്ട്, മുന്നിയുണ്ട്. ഞങ്ങൾ ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു പോകും. ഷോപ്പിങ്ങൊക്കെ വൈകുന്നേരം തന്നെ കഴിഞ്ഞിട്ടോ. ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം. ഇത് 3 മാക്സി അപ്പാപ്പാൻ്റെ കടയിൽ നിന്ന് എടുത്താൽ. ഇത് എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ ഒരു ബ്രഷ് ഞാൻ വാങ്ങിയാട്ടോ. അപ്പം ഇനി ഞങ്ങൾ അടുത്ത കടയിലേക്ക് പോവുകയാണ്. അപ്പാർട്ട്മെൻറ്റിലേക്കല്ല, അപ്പാപ്പൻ്റെ ബാഗും ഷോപ്പിലേക്ക് പോവണേ. അപ്പം നമ്മളുള്ളത് അപ്പാപ്പാൻ്റെ ബാഗും ഷോപ്പിലാട്ടോ. ഇതൊക്കെയാണ് അപ്പാപ്പാൻ്റെ ബാഗും കളക്ഷൻസ്. നല്ല കളക്ഷൻസ് ഉണ്ട്. തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലെത്തിയപ്പോൾ മാമി നല്ല പപ്പായൻ്റെ ജ്യൂസ് അടിച്ച് വെച്ചിന് കേട്ടോ. അതങ്ങോട്ട് അകത്താക്കി. നല്ല റിഫ്രഷിങ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാമി നല്ല ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഡിന്നറിന്. നല്ല വലിയ പീസാക്കി പൊരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഡിന്നറിന് ചോറും വെണ്ടക്ക മുളകിട്ടതും പിന്നെ ചിക്കൻ ഫ്രൈയും ചെറുപയറൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നാട്ടിൽ പോയ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ മിസ്സാക്കാൻ പോകുന്നൊരു കാര്യം. നല്ല അടിപൊളി തന്നെയാണ്. ഈ ഒരു വ്യൂ ആണ് ഏറ്റവും കൂടുതൽ മിസ്സാക്കുക. ഇന്നത്തെ ഒരു ചെറിയ കുട്ടി വ്ളോഗ് ഇത്രേ ഉള്ളൂ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ നാളെ തന്നെ വരും. ലവ് യു ആൻഡ് ബൈ.